മുന്നിൽ ചെന്ന് കാവടിയും നാട് മുരുകന്റെ പുകൾ പാട്. എന്റെ പൊന്നും മയിലെ ഒന്ന് നിന്റെ ആട്ടം ഒന്ന് നിർത്ത്. ഊരി കളടാ, നിന്റെ മൂലമറ്റം വരെ ചൊറിയത്തേ ഉള്ളു അവിടെ കിടന്ന്. ശേ, ഇന്ന് അവളുടെ ബർത്ത്ഡേ അന്ന് ക്ലാസ്സിൽ വന്നപ്പോഴുള്ള അറിഞ്ഞ് വീട്ടിൽ വെച്ച് അറിഞ്ഞായിരുന്നെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കായിരുന്നു. ഇനിയിപ്പോൾ എന്തോ വാങ്ങിക്കൊടുക്കും. ദൈവമേ, ഇത്രയും വലിയ ഗതികെട്ട കാമുകൻ ലോകത്ത് വേറെ എവിടെയും കാണും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉച്ച കഴിഞ്ഞിട്ടുള്ള പീരീഡേ ചെറിയ ക്ലാസ്സാ, ഭയങ്കര പോസ്റ്റ് ആയിരിക്കും, നല്ല ബോറും ആയിരിക്കും. എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. നമ്മക്കേ ഷെയർ ഇട്ട് മുട്ടായി മേടിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ എന്നാലേ ഷെയർ ഉണ്ട്. ഇന്ന എന്റെ ഷെയർ. എടാ ഷെയർ കളിക്കാതെ. എടാ നമ്മുടെ ഒന്നും ഇല്ലെന്ന് നിനക്ക് അറിയാമല്ലോ. ഞാൻ ഒരു പുളി ഇട്ടിട്ടുണ്ട്. എടാ ദേണ്ട് ചുമ്മാ കളിക്കല്ലേ. സാരമില്ല, 2 രൂപ ഉണ്ടല്ലോ. ഈ 2 രൂപയ്ക്ക് എന്തോ വാങ്ങാനോ? 2 രൂപയ്ക്ക് നമുക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ഉണ്ട്. എന്ത്? മറിക്കാൻ വല്ല കാണോ? ഒരു ഷഡ്ഡി ഉണ്ട് മറിക്കാൻ. വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം, പോപ്പിൻസ്. ആഹാ, പിള്ളേരൊക്കെ എന്നെ തന്നെയാണല്ലോ നോക്കുന്നത്. എന്താ മക്കളെ വേണ്ടേ? പപ്സ് ഉണ്ട്, സീഗ്ന ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, ബർഗർ ഉണ്ട്, മൊട്ട പപ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഏട്ടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോപ്പിൻസ്. എന്തോരം വെറൈറ്റി ഡയറി മിൽക്കാ. എടാ മോനെ, ഡയറി മിൽക്ക് വേണോ? പണ്ട് ഞാനിത് മേടിക്കുമ്പോഴേ ഇത്രയും നീളം ഇത്രയും വീതി ഉണ്ടായിരുന്നു. ഒരു പോക്ക് പോയ പോക്കേ. ഇപ്പോഴും എന്നെ 2 രൂപയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനത്തിന്റെ സൈസ് ഒന്ന് കുറയ്ക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ സൈസ് കുറച്ചു. ഇപ്പൊ ഇങ്ങനായി, ശോഷിച്ചു പോയി. 1 2 3 4 5 6 7. നേരത്തേക്ക് 10 ഉണ്ടായിരുന്നു, ഇപ്പൊ 7 ഉള്ളൂ. 2 4 6 8 8. അപ്പൊ 2 വെച്ച് എടുക്കാനും പറ്റത്തില്ല. 1.5 പറ്റുമോ? 1.4 പറ്റും. ഇന്റർവെല് കഴിയാനുള്ള സമയമായി. ഇതെന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചോളാം. വേണ്ട, എന്റെ അച്ഛനെ കന്നാക്കുടി ബാങ്കിന്റെ മാനേജർ. അപ്പോഴേ ഈ ലോക്കറൊക്കെ ആയിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നേ ഞങ്ങളാ. ഓ, ആരുടെയും കൈ വെക്ക്. എന്തുവേണം നിന്റെ കണ്ണാക്കിലോടല്ലേ പോകുന്നത്? സേഫ് ലോക്കറാ. ഓ, ഭയങ്കര ഇരുട്ടാണല്ലോ. എന്തൊരു പാടാ. അപ്പുറത്ത് എന്തൊരു സാധനം, എന്നെ പോലെ ചെറിയൊരു സാധനം. എടാ ബെല്ലടിക്കാൻ സമയം, ക്ലാസ്സിൽ പോ. എന്നെ എടുത്തില്ല. എടാ മണ്ടന്മാരെടാ, എടുത്തോണ്ട് വിടാം. ക്ലാസ് തുടങ്ങാനും സമയം. അവക്ക് കൊടുക്കാം. ബെല്ലടിച്ച് ഗുഡ് ആഫ്റ്റർനൂൺ സാർ. വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇരിക്കിരിക്കരി. അവിടെ ഇരിക്കുന്ന പിള്ളേർ ഇങ്ങോട്ട് കയറിയിരുന്നേ, ഇങ്ങോട്ട് കയറി. ഇവിടെ കളർ ഡ്രസ് ഉള്ളല്ലോ. അഖിലേ, അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരം. എന്താണ് സിന്ധു നദീതട സംസ്കാരം? ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് സിന്ധു ഇതൊക്കെ നമ്മുടെ പ്രാചീനമായ സംസ്കാരങ്ങളാണ്. രാഹുലേ, ഞാൻ ഇപ്പൊ എന്തോ പഠിപ്പിച്ചേ? രമണി നട സംസ്കാരം. രമണി നടക്കുന്ന സംസ്കാരം. അതെന്തോ ടൈമായോ? അയ്യോ, എന്താടാ? ലോക്കറിനകത്തില്ലേ ചെറിയൊരു ചോർച്ച ഉണ്ടായിരുന്നു. എടാ കണ്ണനാക്കുടി മാനേജറിന്റെ മോനെ, സാധനം എന്താടാ? സോറി സോറി.
ഞാൻ പഠിപ്പിക്കുന്നത് സിന്ധു നദീതട സംസ്കാരം, നീ ചെയ്യുന്നത് ലക്ഷ്മി നട സംസ്കാരം. അതിവിടെ വേണ്ട. ഈ സംസ്കാരം ഇല്ലാത്തവന്മാരാണ് സാർ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സംസ്കാരമൊക്കെ പകുതി ഇന്ത്യയിലും പകുതി നിന്റെ ഒരുത്തന്റെ അടുത്ത് സംസ്കാരത്തെ പറ്റി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങി പോടാ സംസ്കാരം കേട്ടവന്മാരെ. ആ ഞാൻ പൊക്കോളാം. അതായിരിക്കും സാറേ ഇന്നിന്റെ പിറന്നാളാ. ആണോ? ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി മോളെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു കുണ്ടംപിള്ള സാറേ. അയ്യോ സോറി കുട്ടംപിള്ള സാറേ. അനാമികെ മുട്ട കിട്ടിയിരുന്നോടി? ആ കിട്ടിയായിരുന്നില്ലയോ? വിഷ്ണുവിനെ കിട്ടിയായിരുന്നോ? തായ് കിട്ടിയോ? വേരോടെ നീരെ പോലെ ഞാൻ തരാവേ. ഇന്ന ഇത് എന്റെ ഗിഫ്റ്റ്. ഓ അവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ. അവക്ക് എടുത്തോണ്ട് കൊടുക്ക്, സർപ്രൈസ് ആവട്ടെ. അയ്യേ ഇതെന്തോ പോപ്പിൻസോ? ഞാൻ വിഷ്ണുവിന്റെ ഒരു ഡയറി മിൽക്ക് പ്രതീക്ഷിച്ചത്. എന്തോ ഡയറി മിൽക്കോ? കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിച്ച്. അതേപോലെ ഈ ചെറിയൊരു മുട്ടായോണ്ട് നമ്മളൊരു 14 പേരെങ്കിലും ഊട്ടിക്കും. അങ്ങനെയുള്ള എന്നെ പുച്ഛിക്കുന്നു. സാരമില്ല, എനിക്ക് വിഷ്ണു വലിയൊരു ഡയറി മിൽക്ക് എന്ന് അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. എനിക്കത് മതി. ഇതേ നീ വെച്ചോ. ശരി ഞാൻ പോവാ. നീ എന്തിനാണ് അവനെ സപ്പോർട്ട് ചെയ്തത്?